നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ മത്തി മുളകിട്ടതാണ് വയ്ക്കുന്നത്. നമുക്ക് ഒരുമിച്ച് വീഡിയോ കാണാം. നമ്മുടെ മത്തി മുളകിട്ടത് വയ്ക്കാനായിട്ട് ആദ്യം ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം ചട്ടി ചൂടായതിനു ശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. എപ്പോഴും മീൻ കറി ആണെങ്കിലും മീൻ മുളകിട്ടതാണെങ്കിലും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. നമ്മുടെ ഉള്ളി മൊരിഞ്ഞു വന്നു. ഇനി നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് ഒന്ന് മുറിച്ചിട്ടാൽ മതി. ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ചെറുതായിട്ടാണ് തക്കാളി അരിഞ്ഞിരുന്നത്. അത് പെട്ടെന്ന് തന്നെ അത് മൂത്ത് വരും. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ നന്നായിട്ട് നമ്മുടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുക. അല്ലെങ്കിൽ പൊടികളുടെ ഒരു പച്ച ചവർപ്പ് വരും നമുക്ക് കറിയിൽ. അതുകൊണ്ടാണ് അത് ചൂടാവാൻ, പൊടികളൊക്കെ ചൂടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് ഇളക്കുന്നത്. കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ചും ചൂടാവുന്നവരെ വരെ ഇളക്കുക. ഇനി അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം. പുളി, അതായത് ഞാനിത് കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 കുടംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. കുടംപുളി നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. കുടംപുളി മാത്രമല്ല, വാളംപുളി ഉപയോഗിച്ച് നമുക്കിത് കറി ഉണ്ടാക്കാവുന്നതാണ്. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കിത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കേണ്ടി വരും. ഉപ്പ് ചേർത്ത് ഒന്ന് വെള്ളം, അതിൻ്റെ ഗ്രേവി ഒന്ന് തിളയ്ക്കാൻ. ഇതിലേക്ക് കറിവേപ്പില ഇടുക. എന്നിട്ടിനി നമുക്ക് ആക്കുറയ്ക്ക് വേണ്ടുന്ന ആവശ്യമുള്ള വെള്ളം ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ചേർന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അരപ്പൊക്കെ തിളച്ച് വന്നു. ഇനി നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണം ചേർത്ത് കൊടുത്തിട്ട് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കാവുന്നതാണ്. ചെറുതായിട്ട് ഇളക്കുക. അതിനകത്തോട്ട് ആ മീനിൻ്റെ മസാല, ഉപ്പ്, പുളി എല്ലാം പിടിച്ചിരിക്കും. അതിനുശേഷം ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് അടുപ്പിൽ വെച്ചാൽ മതിയാവും. അതിനിടയ്ക്ക് ഓരോ 2 മിനിറ്റ് കൂടുതലും ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. നമ്മൾ മീനൊക്കെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓഫ് ചെയ്യാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടിരിക്കാം. അതിനുശേഷം അടച്ചു വയ്ക്കുക. എൻ്റെ മീൻകറി വെച്ചത് ഇന്ന് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നെ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും കാണാം ഒരു നല്ല വീഡിയോയിലൂടെ. നന്ദി.